സാർ നമസ്കാരം. നമസ്കാരം. ആലപ്പുഴ അമ്പലപ്പുഴ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് അമ്പലപ്പുഴ തന്നെയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടോ അല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മത്സരിക്കുന്ന നോർത്ത് പറവൂരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂരോ ഒന്നുമല്ല ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. ഈ 140 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ CPM ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഒരുപക്ഷെ ഞാനും സാറും ഒക്കെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അമ്പലപ്പുഴ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. പറയാൻ കാരണം 140 മണ്ഡലത്തിൽ 139 എണ്ണം നഷ്ടമായാലും അഥവാ 139 മണ്ഡലം നമ്മൾ നേടി CPM ഭരിച്ചാലും തുടർഭരണം നേടിയാലും അമ്പലപ്പുഴ നഷ്ടമായ അത് CPMൻ്റെ പരാജയമാണ് എന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദനും വിജയരാഘവനും എന്ന് വേണ്ട H സലാമും സജി ചെറിയാനും ഉൾപ്പെടെയുള്ള ചിന്താ ജെറോം ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായം. അതായത് CPMലെ വലുതും ചെറുതുമായ നേതാക്കന്മാരും പ്രവർത്തകരും അണികളുമെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. അതായത് 130 മണ്ഡലം പോണെങ്കിൽ പോകട്ടെ, അല്ലെങ്കിൽ 130 മണ്ഡലം കിട്ടിയാലും ഇല്ലേലും അമ്പലപ്പുഴ പിടിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ 63 വർഷത്തെ CPMനകത്തുണ്ടായിരുന്ന പ്രവർത്തന പാരമ്പര്യം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഇന്ന് CPMനെ ഇന്ന് കാണുന്ന തരത്തിലേക്ക് അപജയത്തിലേക്ക് എത്തിച്ച CPMൻ്റെ പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ നയ വൈകല്യങ്ങൾക്കെതിരെ തുറന്നെതിർത്തുകൊണ്ട് CPM വിട്ടു പുറത്തുപോയ G സുധാകരൻ, അതായത് CPMന് 2 തവണ മന്ത്രിയായിരുന്ന 4 തവണ MLA ആയിരുന്ന G സുധാകരൻ CPMനെതിരെ തന്നെ അവിടെ മത്സരിക്കുന്നു. ഇതാണ് CPMന് സുധാകരനെതിരെ CPM മത്സരിക്കുന്നു. അതെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സുധാകരനെതിരെ CPM മത്സരിക്കുന്നു. അതെ, ഇപ്പോൾ രണ്ട് സാറ് പറഞ്ഞതും അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. ഇത് രണ്ടായാലും CPMന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്നാണ് പറയുന്നത്. സുധാകരൻ പറയുന്നത് ഇവർ 139 മണ്ഡലം നഷ്ടമായാലും അമ്പലപ്പുഴ തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് 3.0 തുടർഭരണം ഇവർ ആവർത്തിക്കുക? അപ്പോൾ തുടർഭരണ സ്വപ്നം എന്നുള്ളത് അമ്പലപ്പുഴയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ ബാക്കിയെല്ലാം നഷ്ടമായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ നയ രൂപീകരണമാണ് ഇപ്പോൾ CPMനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്നെ വളർത്തിയത്, അതായത് G സുധാകരനെ വളർത്തിയത് പിണറായി വിജയനാണ് എന്ന തരത്തിലൊരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറയുന്നത് 1967 G സുധാകരൻ CPMൽ ചേരുന്നത്, അതായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് കേവലം 15 വയസ്സ് മാത്രമായിരുന്നു. സാധാരണ ഇതിൽ 18 വയസ്സ് കഴിയണം പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ എന്ന് പറയുന്നത്. പക്ഷേ G സുധാകരന് ഈ അന്ന് സ്കൂൾ തലത്തിലൊക്കെയുള്ള പ്രസംഗത്തിലും ഉപന്യാസത്തിലും ഒക്കെയുള്ള പ്രത്യേക പ്രാവീണ്യം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച ആ പയ്യനെ 15 വയസ്സുള്ളപ്പോൾ പാർട്ടി അംഗത്വം കൊടുത്ത് അന്നത്തെ കാലത്ത് പാർട്ടിയിലേക്ക് എടുക്കുകയായിരുന്നു. അന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവിനെ തിരുവിതാംകൂറിൽ ആരും അറിയില്ല. അതായത് ഇന്നത്തെ നേതാവിനെ, ഇന്നത്തെ പിണറായി വിജയൻ എന്ന നേതാവിനെ, പിണറായി വിജയൻ എന്ന് പറയുന്ന ആ രാഷ്ട്രീയക്കാരനെ തിരുവിതാംകൂറിൽ ഒരാളും അറിയുന്നില്ല. അങ്ങനെയുള്ള പിണറായി വിജയൻ എങ്ങനെയാണ് 15 വയസ്സിൽ CPMലേക്ക് എത്തിയ G സുധാകരനെ വളർത്തിയെന്ന് അവകാശപ്പെടാൻ സാധിക്കുക എന്നാണ് G സുധാകരൻ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിച്ചപ്പോൾ തുറന്നടിച്ചത്. അപ്പോൾ എന്നെ ആരും വളർത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറകെ വരാൻ നിൽക്കണ്ട, എന്നെ തളർത്താൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ കൃത്യമായ രേഖകൾ എനിക്കറിയാം. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഈ സുധാകരനൊരു താരം തന്നെയാണ്. അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ ആദ്യം അറിയപ്പെടുന്നത് അമ്പലപ്പുഴ പാൽപ്പായസം തന്നെയാണ്. ഈ മെയ് 4 കഴിയുമ്പോൾ മറ്റൊരു പാൽപ്പായസം സുധാകരൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. അതായത് UDFന് ഈ മെയ്യിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ G സുധാകരൻ അമ്പലപ്പുഴ പാൽപ്പായസത്തേക്കാൾ മധുരമൂറിയ ഒരു വിഭവം കൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സുധാകരൻ കൊല്ലത്ത് പഠിക്കുന്ന സമയത്ത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. അവിടെ വെച്ച് തന്നെയായിരുന്നു SFIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഒരു കാലമാണ്. ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ച സുധാകരനാണ്. കൊല്ലം ജില്ലയിലെ മിക്കവാറും എല്ലാ കോളേജുകളിലും SFIയാണ് ജയിച്ചത്. കൊല്ലം ജില്ലയിൽ മറ്റെല്ലാ സ്ഥലത്തും അന്ന് കേസിൻ്റെ അപ്രമാദിത്വം ഉള്ള സമയവുമാണ്. അപ്പോൾ കൊല്ലം ജില്ല വെച്ച് ബാക്കി സ്ഥലങ്ങളിലെല്ലാം കേസ് ജയിക്കുന്നു. കൊല്ലത്ത് റിപ്പോർട്ടിൽ പ്രത്യേകമായി കാണിച്ചു കൊല്ലം ജില്ലയ്ക്ക് കാര്യമായ നേട്ടങ്ങളുണ്ടാക്കാൻ SFIക്ക് സാധിച്ചു. EMS പങ്കെടുക്കുന്ന സമ്മേളനം. അപ്പോൾ EMSൻ്റെ ആശാന വർത്തികളായി ഒത്തിരി പേരുണ്ട്. ഉടനെ EMS റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു ജില്ല തിരിച്ചുള്ള കണക്കൊന്നും വേണ്ട,
മൊത്തം പറഞ്ഞാൽ മതി, അല്ലെ മറ്റു ജില്ലക്കാരെ കളിയാക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞ് സുധാകരൻ ആ റിപ്പോർട്ട് അവതരണം അവിടെ വെച്ച് നിർത്തി. സുധാകരൻ മാറി നിൽക്കുന്നു. ഉച്ച കഴിഞ്ഞ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ മറുപടി പറയാൻ വന്നത് സുധാകരനല്ല, വേറൊരാളാണ്. അപ്പോൾ സുധാകരൻ അവിടെ തന്നെ, അപ്പോൾ സുധാകരൻ ഈ അനുഭവം നേരത്തെ തൊട്ട് EMSന്റെ കാലം തൊട്ട് ഉണ്ട്. അന്നേ മുതൽ തന്നെ ഈ വിഭാഗീയ പ്രവർത്തനത്തിന്റെ തിക്തഫലങ്ങൾ ആളെ അനുഭവിച്ചു തുടങ്ങി. അന്ന് ഈ സംഭവത്തിന് സാക്ഷിയായ മറ്റൊരു വലിയ നേതാവ് തോമസ് ഐസക്. തോമസ് ഐസക്കിനെ ഇഷ്ടപ്പെട്ടില്ല. അന്ന് തോമസ് ഐസക് കുറച്ച് ആദർശവാനൊക്കെ KSU എന്ന് വന്ന ഉടനെ. അപ്പോൾ തോമസ് ഐസക് സ്റ്റേജിൽ കയറി പറയുന്നു, ചർച്ചക്കിടെ പറയുന്നു, ഇപ്പോൾ സുധാകരൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവുന്നു, ഞങ്ങൾ സഹാക്കൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, ഇങ്ങനെയുള്ള നിലപാടുകൾ കൊണ്ടാണ് വേണുവും ഫിലിപ്പം പ്രസാദിനെയും പോലെയുള്ളവരെ ഈ സംഘടന വിട്ട് പുറത്തേക്ക് പോകാനുള്ള കാരണമുണ്ടാക്കിയത് ഇത്തരം ചില നേതാക്കന്മാരുടെ നിലപാട് കൊണ്ടാണ്. സുധാകരനെ കൊണ്ട് ചർച്ചയ്ക്ക് മറുപടി പറയാൻ അവതരിപ്പിക്കാൻ മോശമായി പോയി, തൽക്കാലം ഇത്ര മാത്രം എന്നും പറഞ്ഞ് തോമസ് ഐസക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ്, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോരാണ്. അപ്പോൾ തൽക്കാലം ഇത്ര മാത്രം എന്നുള്ള വാക്ക് ഇപ്പോഴും തോമസ് ഐസക് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. വേറൊരു കാര്യം ചെയ്യില്ല. പക്ഷെ സുധാകരൻ ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റ് സുധാകരനെ അറിയാതെ കയറിപ്പോയി. ഇപ്പം ബാധകൂടി എന്ന് പറയല്ലേ, അതുപോലെ സുധാകരനിൽ കൂടിയിട്ട് പുന്നപ്രഭയിലെ രക്തസാക്ഷികളുടെ സ്പിരിറ്റാണ് സുധാകരൻ നയിക്കുന്നത്. അല്ല, സുധാകരൻ ഇപ്പോഴും ഇന്നുകൂടി അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ, CPM എന്ന പാർട്ടിയെ നയിക്കുന്ന ആളുകൾ മാർക്സിസം എന്താണെന്ന് അറിയാത്ത ആളുകളാണ്, മാർക്സിനെ എന്താ കൃത്യമായിട്ട് അറിയാത്ത ആളുകളാണ്, എംഗൽസിനെ അറിയാത്ത ആളുകളാണ്, ലെനിനെ അറിയാത്ത ആളുകളാണ് എന്ന് പറയണേ. ഇപ്പോൾ സുധാകരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ചാണ് വായിച്ചതെന്നാണ് നമ്മുടെ മുൻ LDFൻ്റെ കൺവീനറായിരുന്ന വിജയരാഘവൻ പറഞ്ഞത്. അപ്പോൾ അതിനും മറുപടിയായിട്ട് സുധാകരൻ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഞാൻ പരാജയരാഘവൻ എന്ന് വിളിക്കുന്ന കാരണം മാർക്സിസം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്താണെന്നുള്ളത് പഠിക്കാത്ത ഒരാൾ 63 വർഷത്തെ പാർട്ടിയിൽ കൃത്യമായ പ്രവർത്തന പാരമ്പര്യമുള്ള പാർട്ടി ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോയ സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മാർക്സിസം പഠിപ്പിക്കാൻ വേണ്ടി വരേണ്ട, ആ സമയത്ത് അവരത് പോയി പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സുധാകരൻ എന്ന് പറയുന്ന ഞാൻ വിജയരാഘവനെ പരാജയരാഘവൻ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അല്ല, വിജയരാഘവനെ അങ്ങനെ പരാജയരാഘവൻ എന്ന് വിളിക്കാൻ മാത്രം പോലുള്ള അർഹത വിജയരാഘവൻ്റെയൊക്കെ ചർച്ചയ്ക്ക് പരാതികൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് കൊടുക്കാൻ പോകുന്ന നേതാക്കന്മാരെ സമ്മതിക്കണം. സുധാകരൻ പോലെ മറുപടി പറയേണ്ട ആവശ്യമില്ലായിരുന്നു. വിജയരാഘവൻ ആരെങ്കിലും ഗൗരവത്തോടെ, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അഭിപ്രായത്തോടെ ഗൗരവത്തോടെ എന്തിനാ അയാളെ തുതി പാടുന്ന പിണറായി വിജയൻ പോലും വിളിക്കുകയല്ലോ. അല്ല, ഇപ്പോൾ CPMൻ്റെ അകത്ത് നമ്മൾ കാണുന്നൊരു പ്രവണത, എന്താ പറയണേ, ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട് എന്ന് പറയുന്ന ഈ പാർട്ടി, ഇപ്പോൾ നമ്മൾ ഇത്തരം ഒരു ചർച്ച പങ്കെടുക്കുമ്പോൾ ഈ ചർച്ച കാണുന്നവർ CPM വിശ്വാസികളൊക്കെ ഒരുപക്ഷെ ധാരാളം ഉണ്ടാവും. അപ്പോൾ അവരും ഇപ്പോൾ നമ്മളെ ഈ ചർച്ച കാണുമ്പോൾ പറയും, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് പറയുള്ളൂ. സത്യം, അങ്ങനെ പറയുള്ളൂ. അല്ല, ഈ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട് എന്ന് പറയുമ്പോൾ 63 വർഷത്തെ പാർട്ടി പാരമ്പര്യമുള്ള ഒരു മനുഷ്യൻ, സുധാകരനെ പോലുള്ള ആദർശധീരനായ ഒരു നേതാവ്, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പൊതുമരാമത്ത് വകുപ്പും ദേവസ്വം വകുപ്പും കുറച്ചാൾ സഹകരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ദേവസ്വം വകുപ്പിലൊക്കെ നടക്കുന്ന ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആലോചിക്കുമ്പോൾ എത്ര തന്നെ കൈയിട്ട് വാരാൻ പറ്റിയ ഒരു വകുപ്പായിരുന്നു അതൊക്കെ. അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെയൊന്നും യാതൊരു തരത്തിലുള്ള അഴിമതി കേട്ടിരുന്നില്ല. പ്രത്യേകിച്ച് മന്ത്രി തലത്തിൽ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഒരു കാരണവശാലും ഒരു അഴിമതി അവിടെ ഉണ്ടായിരുന്നില്ല. അഴിമതി രഹിതനായ നേതാവെന്ന് പ്രതിപക്ഷ നിരയിലുള്ള ആളുകൾ ഇപ്പോഴല്ല, നേരത്തെയും പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെയാണ്. സുധാകരനെ കുറിച്ച് ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല. അതായത് രാഷ്ട്രീയം, പൊതുപ്രവർത്തനം എന്തിനു വേണ്ടി ആയിരിക്കണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും മാർക്സിസം എന്താണ്, അടിസ്ഥാന വർഗത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ, അധസ്ഥിത വർഗത്തിൻ്റെ പാർട്ടിയാണ് CPM എന്ന് പറയുമ്പോൾ ആ CPM ഏത് തരത്തിലായിരിക്കണം സാധാരണക്കാരായ ജനങ്ങളോട് നീതി പുലർത്തേണ്ടത് എന്ന് കൃത്യമായ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ തുറന്നു കാണിച്ച മനുഷ്യനാണ് സുധാകരൻ. പിന്നെ എന്തുകൊണ്ട് പുറത്തു വന്നെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പാർട്ടിയെ ഇന്ന് കാണുന്ന അപജയത്തിലേക്ക് എത്തിച്ച പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ നയവൈകല്യങ്ങളാണ് ഈ പാർട്ടിയെ ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ്റെയും പേരെടുത്ത് പറയാതെ തന്നെയാണ് സുധാകരൻ പറഞ്ഞത്. ഇന്ന് പക്ഷേ പിണറായി വിജയൻ്റെ പേരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത്ര നാൾ പിണറായി വിജയൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ പേര് ഉൾപ്പെടെ പറഞ്ഞു. അതായത് H സലാമിനെയും സജി ചെറിയാനെയൊക്കെ അതിനിശിതമായ രീതിയിൽ കീറി മുറിച്ച് വിമർശിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിലേക്ക് വിമർശനാത്മകമായി അതൊന്നും തന്നെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നും അത് കൃത്യമായിട്ട് പറഞ്ഞു, എന്നെ വളർത്തിയത് പിണറായി അല്ല. ഞാൻ 1967 പാർട്ടിയിലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ ഈ തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന ആളെയല്ല.
എന്ന് പറയുമ്പോൾ കൃത്യമായി ഒരു സന്ദേശം എം വി രാഘവൻ്റെ ഒരു ശിങ്കിടി മാത്രം കൃത്യമായി പിണറായിക്ക് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എൻ്റെ മുമ്പിൽ നിന്ന് കളിക്കാൻ നിങ്ങൾ ആളായിട്ടില്ല. നിങ്ങളുടെ പാർശ്വവർത്തികൾ നിങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന സൗരയൂഥത്തിൻ്റെ നടുക്ക് ഉള്ള സൂര്യനാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇതായിക്കോളൂ. പക്ഷേ സുധാകരനെ പാഠം പഠിപ്പിക്കാൻ വരണ്ട എന്ന രീതിയിൽ തന്നെ കൃത്യമായി പാഠം കൊടുത്തിട്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നതല്ലോ. അല്ല, നമ്മൾ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പാർട്ടി പിളർക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ കെ വി തോമസ് കോൺഗ്രസിൽ നിന്ന് പോയി, പി സി ചാക്കോ പോയി, അതുപോലെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നവരുണ്ട്, ഒത്തിരി പേര് തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നവരുണ്ട്. പാർട്ടിയുടെ ലീഡറായിരുന്ന കരുണാകരൻ തന്നെ അതിൽ ലീഡറായിരുന്ന കരുണാകരൻ തന്നെ മുരളിയും DAC ഉണ്ടാക്കി അതുപോലെ തിരിച്ചു വന്നു, ആന്റണി പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ശരിക്കും സംഘടനാപരമായും ആശയപരമായുള്ള പ്രശ്നങ്ങൾ ഉയർത്തി പാർട്ടിക്കകത്ത് കലാപക്കൊടി ലോക്കലൈസിലല്ല മൊത്തത്തിലുള്ള സംഘടന. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് പയ്യന്നൂർ മധുസൂദൻ്റെ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട സമീപനമാണ്. അതുപോലെ ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കുന്ന പ്രശ്നമാണ് അവിടെ ടി കെ ഗോവിന്ദൻ. അതിനേക്കാൾ കൂടുതൽ വ്യാപകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ള തലങ്ങളിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം തകർന്നു പോയതെന്നും എങ്ങനെയാണ് ഇത്രമാത്രം ദുഷിച്ചു നാറി അത് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മരിച്ചു കിടക്കാൻ അതിൻ്റെ അടുത്തൂടെ പോലും പോകാത്ത രീതിയിൽ നാറ്റം വിമിക്കുന്ന ശവശരീരവും പേറിക്കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇനി എത്ര നാൾ നടക്കും എന്നുള്ള പ്രശ്നമാണ്. അതാണ് സുധാകരൻ ഉന്നയിക്കുന്നത്. അല്ല, അത് നയപരമായ വൈകല്യങ്ങൾ ഉണ്ടായി പാർട്ടിക്ക് ജീർണത ബാധിച്ചു എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ ശരീരത്തിൽ സാറ് പറഞ്ഞ പോലെ സാറ് മരിച്ചു എന്ന് പറഞ്ഞത്, അപ്പോൾ ജീർണത ബാധിച്ചു എന്ന് പറയുമ്പോൾ ഈ നാറ്റം സഹിച്ചിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിനൊരു പുനരുദ്ധാരണം വേണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെയാണ് താൻ മത്സരിക്കുന്നത് എന്നാണ് ഈ സുധാകരൻ വ്യക്തമാക്കുന്നത്. അതെ, മാർക്സിസം എന്താണെന്ന് പഠിക്കാത്ത ആളുകളാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് എന്നാണ് പറയുന്നത്. CPM-ൻ്റെ ഒരു ഞാൻ കാണുന്നൊരു വേറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഗുണം, ഇത്രയും കമ്മിറ്റഡ് അണികളുള്ള, അത് പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞാൽ കൊല്ലാനോ മരിക്കാനോ പാർട്ടി സ്വഭാവം കേഡറെന്നൊന്നും പറയാൻ പറ്റില്ല. കേഡറെന്നൊക്കെ പറഞ്ഞാൽ ഓഫീസ് ഓർഡർ പോയാൽ ഇത് കമ്മിറ്റഡാണ്. ഇപ്പോൾ പിണറായി വിജയൻ പറയുക നാളെ ടി കെ ഗോവിന്ദനെ അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ്റെ 52 വെട്ടം 52 പോരായിരുന്നു, നീ വെട്ടിയത് എണ്ണം കുറഞ്ഞു പോയി, അടുത്ത ഇനി കൊല്ലുമ്പോൾ 55 വെട്ടണമെന്ന് പറഞ്ഞാൽ അത് അതേപടി എക്സിക്യൂട്ടീവിനെ ചോദ്യം ചെയ്യാതെ എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറുള്ള ഒരു അണികളുള്ള വിഭാഗമാണ്. പോസ്റ്റർ എഴുതാൻ പറഞ്ഞാൽ പോസ്റ്റർ എഴുതും, ചുമരെഴുതാൻ പറഞ്ഞാൽ ചുമരെഴുതും, ബാനർ കെട്ടാൻ പറഞ്ഞാൽ ബാനർ കെട്ടും, എതിർ പാർട്ടികൾ യോഗം കലക്കാൻ പറഞ്ഞാൽ യോഗം കലക്കും. ഇങ്ങനെ അടിമകളെ പോലെ ജോലി ചെയ്യുന്ന കമ്മിറ്റഡായിട്ട് പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തകരുള്ളൊരു പ്രസ്ഥാനം ലോകത്ത് പോലും കാണുന്ന വിഷയമുണ്ട്. അതായത് പാർട്ടിയുടെ ആദർശപരമായ മുഖം നഷ്ടമായിരിക്കുന്നു. സുധാകരൻ എടുത്തു പറഞ്ഞതും അത് തന്നെയാണ്. ഇപ്പം എന്തുകൊണ്ട് സുധാകരൻ പാർട്ടി വിട്ടുപോയി? ഒരു കാലത്ത് ബദ്ധശത്രുക്കളായിരുന്ന UDF-ൻ്റെ പിന്തുണ നേടി മത്സരിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ സുധാകരൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈ കേരളത്തിലൊഴികെ CPM-ഉം കോൺഗ്രസും ഏത് നിലപാടാണ് പുലർത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല മാർക്സിയൻ സിദ്ധാന്തത്തിൽ തന്നെ മാർക്സ് പറയുന്നുണ്ട്, കാലാനുസൃതമായ മാറ്റങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ അത് ആലോചിക്കണം. രാഷ്ട്രീയം എന്ന് പറയുന്ന സാധ്യതകളുടെ കലയാണ്. ഈ കലയെ പ്രയോജനപ്പെടുത്തി എങ്ങനെയാണത് രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് മാർക്സിസത്തിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് സുധാകരൻ പറയുമ്പോൾ സുധാകരൻ്റെ അത്ര പോലും മാർക്സിസത്തെ മനസ്സിലാക്കാത്ത ആളുകൾ അവർ എന്താണ് പിന്നെ ഇത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് ധരിച്ചു വെച്ചിരിക്കുന്ന ചോദ്യം കൂടിയാണ് സുധാകരൻ ഉയർത്തുന്നത്. സുധാകരൻ്റെ രക്തസാക്ഷി സ്വന്തം അനിയനെ കൊല്ലുന്നു, ഭുവനേശ്വരനെ 12 കോളേജ് വെച്ച് കൊന്ന ആ ശവശരീരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റെടുക്കേണ്ടി വന്ന ആളല്ലേ സുധാകരൻ? അല്ല, അതുകൂടി സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ഭുവനേശ്വരൻ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ ഈ രക്തസാക്ഷിയുടെ കേസ് നടത്താൻ വേണ്ടി ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ 10 പൈസയുടെ സഹായം നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചിട്ടില്ല. അന്ന് രക്തസാക്ഷി കൊണ്ട് ഇവർ ഇത്ര ലാഭമുള്ള കച്ചവടമാണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. അത് പിന്നീട് അഭിമന്യൻ്റെ മരണം തൊട്ടാണ് രക്തസാക്ഷി പിരിവൊരു വലിയ കച്ചവടമാണെന്നും അതിൻ്റെ അന്ന് എന്തുമാത്രം മധുസൂദനൊക്കെ മനസ്സിലാക്കിയത്. മധുസൂദനല്ല പലരും ഇവിടെ MM മണിയൊക്കെ അല്ലേ ഇയാടെ പിരിവിനുണ്ടായിരുന്നു നേതൃത്വം കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഭുവനേശ്വരൻ്റെ കേസ് നടത്താൻ വേണ്ടി വീട്ടിൽ നിന്നായിരുന്ന ഒരു ആഞ്ഞിലിമരം വെട്ടി വിറ്റിട്ടാണ് ഞാനത് നടത്തിയെന്ന് പറയുമ്പോൾ ആഞ്ഞിലിമരം പോയതിൻ്റെ സങ്കടമല്ല അദ്ദേഹം പറയുന്നത്. ഒരു രക്തസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ആരാണ്? ആ രക്തസാക്ഷിയുടെ കുടുംബത്തിന് കേസ് നടത്തുന്നതിന് വേണ്ടി പോലും ഈ പിണറായി വിജയനെ പോലുള്ള പാർട്ടിയുടെ അപ്പോസ്തലൻ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ 10 പൈസ സഹായം ചെയ്തില്ല എന്ന് സുധാകരൻ പറയുന്നു. 63 വർഷത്തെ പാർട്ടിയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള പാർട്ടിയുടെ മന്ത്രിയായിരുന്ന MLA ആയിരുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ ഈ പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരവസ്ഥയിലാണ് ഇവർ. അമ്പലപ്പുഴ മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് ഇനി ഭരണം കിട്ടിയാലും അത് വിജയമല്ല എന്ന് പറയുമ്പോൾ അമ്പലപ്പുഴ 130 മണ്ഡലം നഷ്ടപ്പെട്ടാലും അമ്പലപ്പുഴ തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് 3.0 ഭരണം ആവർത്തിക്കുക എന്നുള്ള പൊള്ളത്തരം കൂടി സുധാകരൻ പൊതുജനത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ എന്തായിരിക്കും ഇനി അമ്പലപ്പുഴയുടെ ഒരു കൗതുക വാർത്തയുണ്ട്.
കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140-ൽ നിന്ന് 210 പുതിയ ഡീലിമിറ്റേഷൻ പറയാം 210 എന്ന് പറയുന്നു. മറിച്ചിന് കുറയ്ക്കുകയും ചെയ്യാം. 1 കുറയ്ക്കുക, അത് അമ്പലപ്പുഴയാണെങ്കിലോ. അതെ, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ സാറ് പറഞ്ഞത് ഞാനത് ഒരു ഹാസ്യാത്മകമായി തന്നെ എടുത്താൽ പോലും ഇപ്പോൾ PV അൻവർ കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ജില്ലാ വിഭജനം വേണമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി ഏതെങ്കിലുമൊക്കെ ജില്ലാ വിഭജനം വരികയും മണ്ഡലങ്ങൾ കൂടുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.